മൂലമറ്റം പവർ ഹൗസ് ഷട്ട് ഡൗൺ ചെയ്തു. ഇന്നു മുതൽ ഒരു മാസത്തേക്കാണ് നിലയം അടച്ചിടുന്നത്. അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായാണ് ഡിസംബർ 10 വരെ നിലയം അടച്ചത്. വിവരങ്ങളുമായി ജോസിൽ ചേരുന്നുണ്ട്. ജോസിൽ, ഒരു മാസത്തേക്കാണ് ഇത്തരത്തിൽ അടച്ചിടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീനിധി, ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായുള്ള മൂലമറ്റം പവർ ഹൗസ് ആണ് ഒരു മാസത്തേക്ക് അടച്ചിടുന്നത്. ഇപ്പോൾ നിലയം അതായത് നിലയത്തിലുള്ള 6 ജനറേറ്ററുകളും ഇപ്പോൾ നിലവിൽ ഓഫ് ചെയ്തിട്ടുണ്ട്. അതുവഴി 600 മെഗാവാട്ടിന്റെ കുറവ് ഉണ്ടാകും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. പക്ഷേ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവില്ല എന്നുള്ളത് നേരത്തെ തന്നെ KSEB വ്യക്തമാക്കിയിരുന്നു. അത് പ്രധാനമായിട്ടും അറേഞ്ച് ചെയ്യുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസങ്ങളിലും ജൂലൈ മാസത്തിലുമൊക്കെയായി പരമാവധി വൈദ്യുതി നിലയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച മറ്റ് സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതി കൊടുത്തിരുന്നു. ആ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ അടച്ചിടുന്ന മാസത്തിൽ, അതായത് ഈ ഡിസംബർ 10 വരെയുള്ള ദിവസങ്ങളിൽ 2 മാസം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി തിരിച്ചു മേടിക്കും. അങ്ങനെ സ്വാപ്പ് അറേഞ്ച്മെന്റിലൂടെയും ഡീപ്പ് അറേഞ്ച്മെന്റിലൂടെയും സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി കാര്യങ്ങൾ KSEB അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ജോലിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ 6 ജനറേറ്ററുകളും ഓഫ് ചെയ്തിരിക്കുകയാണ്. ഒരു ജനറേറ്ററിന്റെ പരമാവധി ഉൽപാദന ശേഷി എന്ന് പറയുന്നത് 130 മെഗാവാട്ടാണ്. അങ്ങനെ 780 മെഗാവാട്ടാണ് മൂലമറ്റം പവർ ഹൗസിന്റെ പൂർണ്ണമായ ഉൽപാദന ശേഷി. അങ്ങനെ പക്ഷേ പീക്ക് ടൈമിൽ നിലവിൽ ഏകദേശം 600 മെഗാവാട്ട് വൈദ്യുതി വീതമാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു കുറവാണ് സംസ്ഥാനത്ത് ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് സംസ്ഥാന വൈദ്യുതി വകുപ്പ് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതായാലും ഈ നാളെ പുലർച്ചയോടുകൂടി തന്നെ കുളമാവിൽ നിന്ന് ഈ പവർ ഹൗസിലേക്ക് വെള്ളം എത്തുന്ന ടണലിന്റെ ഗേറ്റ് അടയ്ക്കും. ഏകദേശം 5 മണിയോടുകൂടി അടയ്ക്കും എന്നുള്ളതാണ് KSEB അധികൃതർ അറിയിക്കുന്നത്. അതിനുശേഷം ഈ ടണലിനുള്ളിൽ കൂടി പോയി ബട്ടർഫ്ലൈ വാൽവ് അടയ്ക്കും. പിന്നീട് ഒരു ദിവസം നാളെ വൈകിട്ടോടുകൂടി ഈ ടണലിലെ ജലം പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് KSEB കരുതുന്നത്. അതിനുശേഷമാണ് ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഏകദേശം 50 ടണ്ണോളം ഭാരമുള്ള ഈ പെൻസ്റ്റോക്ക് ഇതിനകത്ത് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഈ വാൽവിലെ സീൽ മാറ്റിവെക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇത് 50 ടണ്ണോളം ഭാരമുള്ളത് ആണ് ഉയർത്തി മാറ്റേണ്ടത്. അതിനുശേഷമാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. ഏതായാലും അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് KSEB അറിയിക്കുന്നത്. ഒപ്പം തന്നെ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനോടകം തന്നെ KSEB സംസ്ഥാന വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശ്രീനിധി, ശരി. അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായാണ് ഇത്തരത്തിൽ മൂലമറ്റം പവർ ഹൗസ് ഷട്ട് ഡൗൺ ചെയ്തത്. ഇന്നു മുതൽ ഒരു മാസത്തേക്കാണ് നിലയം അടച്ചിടുന്നത്. ജോസൽ സെബാസ്റ്റ്യനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.